മീറ്റർ ഗേജ് മാറ്റി ബ്രോഡ് ഗേജ് ആക്കാനായി വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിവച്ചതാണ് പാലക്കാട് നിന്ന് പൊള്ളാച്ചിക്കുള്ള റെയിൽ ഗതാഗതം. 5 വർഷത്തിൽ അധികമായി പൊള്ളാച്ചി യാത്ര പാലക്കാട്ടുകാർ റോഡ് മാർഗമാക്കിയിരുന്നു. ഒടുവിൽ പണി പൂർത്തിയായപ്പോൾ UPA സർക്കാർ ഭരണത്തിൽ നിന്ന് മാറുകയും ചെയ്തു. എന്നാൽ ഉദ്ഘാടനം നടത്താൻ മോദി സർക്കാരിന് ചെറിയൊരു വിമുഖതയുണ്ടായി. ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഒരു നാണക്കേടുണ്ട് താനും. മുഴുവനും അങ്ങ് കൊടുക്കാനും വയ്യ. മാത്രമല്ല പാലക്കാട് ഡിവിഷനെ മൊത്തമായി എടുത്തുമാറ്റാനുള്ള ആലോചനകളും നടക്കുന്നുവത്രേ. എന്തായാലും പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള ആദ്യ പാസഞ്ചർ വണ്ടി ഓടാൻ തയ്യാറായി. എന്നാൽ പിന്നെ UPA സർക്കാരിൻ്റെ മേൽ ക്രെഡിറ്റ് വെച്ച് സംഗതി ഉദ്ഘാടനം ചെയ്ത് കളയാമെന്ന് കോൺഗ്രസുകാർ കരുതി. അങ്ങനെ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ചെണ്ടയും മേളവുമായി നേരം വെളുക്കും മുമ്പ് തന്നെ ആദ്യ യാത്ര ഉദ്ഘാടനം ചെയ്തു. ടിക്കറ്റ് കാണിക്കണോ? വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? ഫസ്റ്റ് ടിക്കറ്റാണ്. ജനകീയമായി എല്ലാവരെയും പങ്കെടുപ്പിച്ച് ഔപചാരികമായ ഉദ്ഘാടനത്തോടെയൊക്കെ നടത്താൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും കണ്ടില്ല. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ പാലക്കാടിന് നൽകിയ സമ്മാനങ്ങളിലൊന്നാണ്. ഔപചാരിക ഉദ്ഘാടനങ്ങളില്ലെങ്കിലും ആദ്യ യാത്ര ചെയ്തിട്ട് യാത്രയുടെ ഉദ്ഘാടനത്തിൽ ഞങ്ങളും കൂടെ ചേരുക. കേന്ദ്രത്തിൽ BJP ഭരിക്കുമ്പോൾ ഒരു റെയിൽവേ ലൈനിന്റെ ക്രെഡിറ്റ് കോൺഗ്രസുകാർ കൊണ്ടുപോകുന്നത് എന്തായാലും രാജേട്ടന് സഹിക്കില്ല. അതും മുൻ റെയിൽവേ മന്ത്രി എന്ന നിലയിൽ. ഷാഫിയുടെയും കൂട്ടുകാരുടെയും പരിപാടി അറിഞ്ഞതോടെ നേരം ഒന്ന് വെളുത്തോട്ടെ എന്ന് കരുതി രാജേട്ടൻ കാത്തിരുന്നു. ഒടുവിൽ നേരം വെളുത്തപ്പോൾ തൻ്റേതായ ഉദ്ഘാടനം എങ്ങനെ നടത്തുമെന്ന ആലോചനയിലായി. ആദ്യ വണ്ടിയാണെങ്കിൽ പോയി കഴിഞ്ഞു. അതുകൊണ്ട് പുതിയ ഐഡിയ പുറത്തെടുത്തു. അടുത്ത വണ്ടി ഏതാണ് എന്ന് ആലോചിച്ചപ്പോൾ ആ ഐഡിയയും കിട്ടി. പാലക്കാട് നിന്ന് പൊള്ളാച്ചി വരെ നീട്ടിയ അമൃത എക്സ്പ്രസിന്റെ ആദ്യ യാത്ര ഉദ്ഘാടനം ചെയ്യാൻ അങ്ങനെ രാജേട്ടൻ തീരുമാനിച്ചു. കോൺഗ്രസിനെതിരെ 10 വർത്തമാനവും പറഞ്ഞ് തേങ്ങയും ഉടച്ച് രാജേട്ടൻ സംഗതി ഉദ്ഘാടിച്ചു കളഞ്ഞു. മീറ്റർ ഗേജ് ബ്രോഡ് ഗേജായി മാറിയ ശേഷം 6 വർഷക്കാലം എല്ലാ പ്രവർത്തനങ്ങളും സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. തേങ്ങയിൽ തൊട്ടു പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമുണ്ട പിളന്ന് ചാവണേ. ഇന്നത്തെ പരിപാടി അധികൃതരുടെ നിലപാടനുസരിച്ച് ഔദ്യോഗികമായ ഉദ്ഘാടനം അല്ല. കേട്ടോ? സൂര്യാദിഗ്രഹങ്ങൾ വീരത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. അമൃത എക്സ്പ്രസിന് വലിയ ജനസ്വീകാര്യത കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അപ്പോൾ അത് ജനങ്ങളുടെയും കൂടി ഇച്ഛ ആഗ്രഹത്തിന് അനുസൃതമായതുകൊണ്ടാണല്ലോ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്.
അതേമാതിരി തന്നെ ഈ എക്സ്റ്റൻഷൻ വരുന്നതായിട്ടുള്ള സൗകര്യവും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവണം എന്നുള്ളതാണ്. ഈ തേങ്ങയും തലയും അണ്ടകരാഹങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചതിന് മുമ്പ് ഉമ്മ തുറന്നു പറഞ്ഞോളൂ, ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ? എന്തിനും കുറ്റം പറയുന്ന ഒരു സമീപനമാണല്ലോ ചിലർ സ്വീകരിക്കാറുള്ളത്. അതിൻ്റെ ഫലമാണെന്ന് വേണം വിചാരിക്കാനായിട്ട്. എങ്കിൽ അനുഭവിച്ചു. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചത് പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. രാജേട്ടൻ്റേതാണോ ഷാഫി പറമ്പിലിൻ്റേതാണോ യഥാർത്ഥ ഉദ്ഘാടനമെന്ന് എന്തായാലും തീർപ്പ് കൽപ്പിക്കാൻ വയ്യ. അതിനായി നാണക്കേടൊക്കെ വിട്ടുകളഞ്ഞ് രാജേട്ടൻ്റെ സർക്കാർ ഔദ്യോഗിക ഉദ്ഘാടനം തന്നെ നടത്തേണ്ടി വരും. അതുവരെ കാത്തിരിക്കാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കാരായി വിശേഷം.